ഇന്ന് നമുക്ക് എങ്ങനെയാണ് എക്സലിൽ സ്പീഡോമീറ്റർ ചാർട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന്റെ സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. ഇതിന്റെ വാല്യൂ ഞാൻ 50 ചേഞ്ച് ചെയ്തു. അതിന്റെ വാല്യൂ 50ലേക്ക് മാറിയത്. ഇതിലേക്ക് 0 കൊടുത്തു. അതിന്റെ വാല്യൂ 0യിൽ പോയി. ഇതിൽ 75 കൊടുത്തു. ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 75 ആയി. ഇതിൽ 100 കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് 100 ആയി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത്, ഞാൻ ആദ്യം ഈ ഷീറ്റിലേക്ക് ഡാറ്റ എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചാർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ എക്സ് വൈ എന്ന 2 കോളം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 to 10 ടൈംസ് 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10ഉം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ ചാർട്ടിൽ നമ്മൾ ഡോനറ്റിന്റെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിന്റെ ടൈറ്റിലും ഡിജൻറ്റും എല്ലാം റിമൂവ് ചെയ്ത് കളയാം. ചാർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ്, അതിന്റെ ആംഗിൾ ഓഫ് ഫസ്റ്റ് സ്ലൈസ് നമ്മൾ 270ലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി താഴെയുള്ള ഈ 2 ബാറിന്റെ ഫിൽ ഒഴിവാക്കുക. അതിൽ നോ ബോർഡറും നോ ലൈൻ കൊടുക്കുക. ഇനി ഇതും ക്ലിക്ക് ചെയ്യുക. നോ ഫിൽ കൊടുക്കുക. ബോർഡറും നോ ഫിൽ കൊടുക്കുക. ഇപ്പോൾ ഇതിന്റെ ഈ സ്പീഡോമീറ്ററിന്റെ ഈ ഭാഗം മാത്രം നമുക്ക് കാണാം. ഇനി ഇതിൽ ഓരോന്നിൻ്റെയും കളറ് നമുക്ക് വേണ്ട രീതിയിലേക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഫസ്റ്റത്തെ റെഡ്. ഇനി കൺട്രോൾ F4 അടിച്ചാൽ മതി. അല്ലെ സോറി, F4 മാത്രം അടിച്ചാൽ ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ആവും, ഫിൽ ആവുന്നത് രണ്ടാമത് ചെയ്യേണ്ട. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ കളർ ഞാൻ ഈ കളർ പ്രസ് ചെയ്യുന്നു. അതിൻ്റെ ഫില്ല് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F4 പ്രസ് ചെയ്യാം. പിന്നെ F4 പ്രസ് ചെയ്യാം. F4 പ്രസ് ചെയ്യാം. ഇനി ഇതിൽ ഗ്രീൻ കളർ ഫില്ല് ചെയ്യാം. ഇതിൽ സെലക്ട് ചെയ്തു, F4 പ്രസ് ചെയ്തു, F4 പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിന്റെ അതിൻ്റെ കളറുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. അതിന് നമുക്ക് മേളത്തിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഈ ഓപ്ഷൻ എടുക്കുക, FXന്റെ ഓപ്ഷൻ എടുക്കുക. അതിൽ 3Dയിൽ നമുക്ക് ഈ മോഡൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് ഒരു 12ഓ 13ഓ കൊടുക്കാം. ഒരു 13 അതും 12 വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഡാറ്റ ലേബൽ ആഡ് ചെയ്യണം. ഇവിടെ ലേബൽ ആഡ് ചെയ്യാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാറ്റ ലേബൽസിൽ ടിക്ക് ചെയ്യാം. ഇനി അതിനുശേഷം അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഇനി വരേണ്ടത് പെർസെൻറ്റേജ് ആണ്. അപ്പം അതിനിവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ നമുക്ക് 10% മുതൽ 100% വരെ നമ്മൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഡാറ്റ ലേബൽ ടിക്ക് ചെയ്തു. ഈ ഡാറ്റ ലേബലിൽ മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ വാല്യൂ ടിക്ക് ഒഴിവാക്കിയിട്ട്
വാല്യൂ ഫ്രം സെൽസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ ഇതിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പം ഈ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് കളർ ചേഞ്ച് ചെയ്യുന്നു. ഞാനൊന്ന് ബോൾഡാക്കി കളർ സൈസ് ഇച്ചിരി കുറച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് നീഡിൽ ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 8, ഇത് ഇൻപുട്ട് വാല്യൂ ആണ്. ഇവിടെ സെയിം വാല്യൂ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നീഡിലിന് 1% കൊടുത്തു. എ എന്നുള്ളതിൽ ഈക്വൽ ടു 100% മൈനസ് നമ്മൾ ഏത് വാല്യൂ ആണോ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇതിൽ 100% കൊടുത്തു. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് വലുതാക്കാം. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ചാർട്ടിൻ്റെ സൈസും ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാം, ഒരു ലെവലിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഒരു പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിൽ ചാർട്ട് ടൈറ്റിലും ലിജൻഡും റിമൂവ് ചെയ്യാം. അതിനുശേഷം ചാർട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ 270ലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ നീഡിലിൻ്റെ കളറ് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഞാൻ റെഡായിട്ട് ഫില്ല് ചെയ്തു. അതിൻ്റെ സോളിഡ് ലൈന് കൊടുത്തു. അതിൽ 3D എഫക്റ്റ്, ഞാൻ ഈ 3D എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ള ഇതിൻ്റെ കളറ് ഫില്ല്, നോ ഫില്ല് കൊടുക്കുക. നോ ഫില്ല്. ഇതൊന്നുകൂടെ ഫില്ല് ചെയ്യണം. ഇപ്പം നോ ഫില്ല് ചെയ്ത സമയത്ത് കളർ പോയിട്ടുണ്ട്. Select only that a small one, solid color red. ഇനി ഇതിൽ നോ ഫില്ല്, നോ ലൈൻ. ഇനി ചാർട്ട് മൂവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വാല്യൂ 90 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ടാബ് 90ലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ 100, ഇവിടെ 100ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാം. Okay. Now 0. Okay. Now it is perfect. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫീൽഡ് കളറ് നോ ഫില്ല്, നോ ലൈന്. ഓക്കെ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ ഇൻസേർട്ട് ചെയ്യാം. അതിന് ഷേപ്സിൽ
ഈ ഒരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഈക്വൽ ടു നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ അതിൽ വരാൻ വേണ്ടിയിട്ട് ഓക്കെ കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ ഞാൻ വൈറ്റ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്തു. ഇവിടെ 10 കൊടുക്കുന്ന സമയത്ത് ഓക്കെ, അതിൻ്റെ സൈസ് ചെറുതാക്കി. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ ഈ രണ്ട് ചാർട്ടും ഈ 3 ഒബ്ജക്റ്റുകളും, ഈ ചാർട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, നെക്സ്റ്റ് ചാർട്ട്, ഈ ഒബ്ജക്റ്റ്, ഇത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ആവശ്യമില്ല എന്നല്ല, ഇതിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം. ഇത് വൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു, ഇവിടെയും ഇത് വൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, എത്ര സൈസാണ് വേണ്ടത്. നമ്മുടെ സ്പീഡോമീറ്റർ എൻട്രി, ഡാറ്റ എൻട്രിയുടെ ഇത് ടേബിൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര വാല്യൂ ആണ് വേണ്ടത് ആ വാല്യൂ ഇതിൽ ടൈപ്പ് ചെയ്യാം. അതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്പീഡോമീറ്റർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പെർഫോമൻസ് ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.